നമസ്കാരം. വ്യത്യസ്തൻ. കൈലാസം മുതൽ കന്യാകുമാരി വരെ ഏതെങ്കിലും ഭൂമിയിലെ സ്പെഷ്യാലിറ്റിയുള്ള ഭൂപ്രദേശം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ദൈവികമായി അനുഗ്രഹം ലഭിച്ച ഇടമാണെന്നും ഇവിടെ ജനിച്ചു വീണവർ, ഇവിടെ ജനിക്കുന്നവർ, ഇവിടെ ജനിക്കാനിരിക്കുന്നവർ എല്ലാം പ്രത്യേക സിദ്ധി ആർജിച്ചവരാണെന്ന പൊട്ടൻ വാദങ്ങൾ ഈ ഭൗമഗോളത്തെ സംബന്ധിച്ച് നിസ്സാരവും അവസ്ഥജടിലവുമാണ്. ഭൂമിയിലെ അനവധി ദേശങ്ങൾ ഇത്തരം ചിന്താധാരകൾക്ക് ആധാരമായി തീർന്നിട്ടുണ്ട്. ഭൂമിയിൽ കാർഷികം ജീവിതാവശ്യമാക്കിയ കാലം മുതൽ പച്ചത്തുരുത്തുള്ളിടങ്ങളും നദിയുടെ ഇരുകരകളും എല്ലാ വിഭാഗം മനുഷ്യരും തിങ്ങിപ്പാർക്കാൻ തുടങ്ങിയതു മുതൽ മേൽപ്പറഞ്ഞ ഭാവനകൾ ഉടലെടുത്തു. ജനസംഖ്യാനുപാതത്തിൽ സ്ഥലം വികസിക്കാഞ്ഞത് അനവധി സമൂഹങ്ങൾക്ക് ആ സ്ഥലം എൻ്റേത് എന്ന അവകാശവാദം ഉന്നയിക്കാൻ കാരണമായി. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങളുടെ റെക്കോർഡുകൾ, അടയാളങ്ങൾ, നാമകരണങ്ങൾ ചാർത്തി കിട്ടിയിട്ടുണ്ട്. ഭാരതത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. സുപ്രധാനമായ ചിലത് പറയാം. കൈലാസം, അയോധ്യ, ദ്വാരക, പട്ടുപോയ സരസ്വതി നദി, ഗംഗാനദി, അന്യരാജ്യമായി മാറിപ്പോയ ഗാന്ധാരം എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നതാണ്. ഒരു സ്പെഷ്യാലിറ്റിയും ഈ സ്ഥലങ്ങൾക്ക് അവകാശപ്പെടാനില്ല. ഭൂമിയിൽ മറ്റൊരു പ്രദേശമുണ്ട്. വാഗ്ദത്ത ഭൂമി എന്നാണ് അവിടം അറിയപ്പെടുന്നത്. പണ്ടാരോ വാഗ്ദത്തം എന്നെഴുതിയ വാക്കുകൾ ഒരു ദൈവവും വാക്കാൽ പറഞ്ഞിട്ടുള്ളതല്ല. ഈ ഭൂഗോളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലം ഏതെങ്കിലും മനുഷ്യർക്കായിട്ടുള്ളതാണെന്ന് വാക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല. ഒന്നല്ല, ഇപ്പോൾ 2 ദൈവങ്ങളാണ് വാഗ്ദത്ത ഭൂമിക്കായി തമ്മിലടിക്കുന്നത്. യഥാർത്ഥത്തിൽ മരുഭൂമികളിലെ പച്ചത്തുരുത്തുകളിൽ മാറി മാറി താമസിച്ചുകൊണ്ടിരുന്ന കുറെ കാട്ടുജാതി മനുഷ്യർക്കിടയിൽ ജനസംഖ്യാവർദ്ധനവിനാണ് ആനുപാതികമായി സ്ഥലവർദ്ധനവ് ഉണ്ടാകാഞ്ഞതുകൊണ്ടുള്ള പിടിച്ചുപറിയും കടന്നാക്രമണവും തുടങ്ങിയത് 4500 വർഷങ്ങൾക്ക് പുറകിൽ മുതലാണ്. എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ പുതിയ ബൈബിളിൻ്റെ 2025 വർഷം മുതൽ പുറകോട്ട് 2475 വർഷം വരെ സംഭവിച്ചുകൊണ്ടിരുന്ന മുളവഴി കൊണ്ടുള്ള അടിയും കല്ലുകൊണ്ടുള്ള ഏറും കത്തി കൊണ്ടുള്ള കുത്തും കൊടുത്ത് പട്ടുപോയവരിൽ അവശേഷിച്ചവർക്കിടയിൽ 2 കൂട്ടരിൽ നിന്ന് ഉരുത്തിരിഞ്ഞതും സ്വയം അവകാശമാക്കി സ്ഥിരപ്പെടുത്തിയും വാഗ്ദത്തം എന്ന ദൈവിക ഔന്നത്യമായ എല്ലിൻ കഷ്ണം ഇന്നും ലോകത്തിൻ്റെ മുന്നിൽ കെട്ടിത്തൂക്കി നിർത്തിയിരിക്കുകയാണ്. ആ എല്ലിൽ നിന്നും ഇറ്റുവീഴുന്ന ചീഞ്ഞളിഞ്ഞ മജ്ജയുടെ തുള്ളികൾക്കായി നാക്കി നീട്ടി നിൽക്കുന്ന ക്രിസ്ത്യാനിയും മുസൽമാനും ആക്രാന്തന്മാരായി നിൽക്കുകയാണ്. ചെന്നായ്ക്കളെ പോലെയാണവർ. ഒന്നിനെ ഒന്ന് കൊന്നു തീർക്കാനുള്ള ആക്രാന്തത്തിലാണവർ. പാലസ്തീൻ കത്തിയെരിഞ്ഞത് നിങ്ങൾ കാണുന്നില്ലേ? ഇറാൻ പൊലിഞ്ഞു പോയത് നിങ്ങൾ കാണുന്നില്ലേ? ഇസ്രായേൽ കാലങ്ങളായി കത്തുകയല്ലേ? രാഷ്ട്രത്തലവന്മാർ കൂട്ടത്തോടെ മരണപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? മറുഡോയെ രായ്ക്ക് രാമാനം ഹൈജാക്ക് ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ? വാഗ്ദത്ത ഭൂമിക്കായി ബലി കൊടുക്കപ്പെട്ടത് എത്രയോ ലക്ഷങ്ങളാണ് അവിടെ. എല്ലാം ആരും കണ്ടിട്ടില്ലാത്ത ദൈവങ്ങളുടെ പേരിലുള്ള അവകാശ വാഗ്ദത്തങ്ങളാണ്. വിഡ്ഢി ദൈവങ്ങളുടെ വാഗ്ദത്തങ്ങൾ. നമസ്കാരം.